ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പരിപ്പും തക്കാളിയും വെച്ച് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒഴിച്ചുകറിയുടേതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ബെല്ലൈക്കൺ അമർത്തണേ. അതിനായിട്ട് ഞാനിവിടെ ഒരു 50 ഗ്രാം അധികം പരിപ്പ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 തക്കാളി, മീഡിയം സൈസ് പഴുത്ത തക്കാളി, ഒരു അരമുറിയിൽ അളവിൽ തേങ്ങ ചിരവിയത്, ഒരു 3 പച്ചമുളക് കീറിയതും, ഒരു 6 വെള്ളുള്ളിയും. ഇനി നമ്മളൊരു ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെച്ചു. ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒരു 3/4 സ്പൂൺ മല്ലിപ്പൊടിയും 3/4 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കുക. ഒരു 1-1.5 മിനിറ്റ് ഒന്ന് ചൂടാക്കുക. ഒരുപാട് അങ്ങോട്ട് നമ്മൾ ഫ്ലെയിം കൂട്ടി കൊടുക്കണ്ട. ഒന്ന് അതിൻ്റെ പച്ചമണം മാറോളം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഒരു പാത്രം നമ്മൾ അടുപ്പിലേക്ക് വെച്ചു. ഫ്ലെയിം ഓണാക്കിയിട്ടില്ല. അതിലേക്ക് ബോയിൽ ചെയ്ത് വെച്ച പരിപ്പും തക്കാളി ഇതേ വലിപ്പത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തു. പച്ചമുളക് കട്ട് ചെയ്തും ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്തു. പിന്നെ നേരത്തെ ചൂടാക്കി വെച്ച പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി അതും ചേർത്തു. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മളതിൻ്റെ ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. അപ്പോൾ നമ്മളൊരു 5 പേർക്കുള്ള ഒരു അളവിനുള്ള കറിയാണ്. അതിന് കണക്കാക്കി നമ്മൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്ര കുറച്ചുകൂടി വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു. എന്നതിന് ശേഷം നമ്മളതൊന്ന് അടച്ച് വയ്ക്കാം. ഒരു 3 മിനിറ്റ് ഒന്നുകൂടി ആ പരിപ്പൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമ്മൾക്ക് ആ തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. തേങ്ങയിലേക്ക് നമ്മൾ ആ 6 വെള്ളുള്ളിയും ചേർത്ത് കൊടുത്തു. ഒരു 1/4 സ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ എന്തായാലും വെള്ളുള്ളി ചേർത്ത് അരച്ച് കറി വെക്കുക. അപ്പോൾ നല്ല രുചിയാണ്. പച്ച തേങ്ങ അരച്ച് വയ്ക്കുമ്പോൾ നല്ല കൂടുതൽ രുചി ഉണ്ടാകും തക്കാളി കറിക്ക്. ഇതേപോലെ അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു 3 മിനിറ്റ് തുറന്ന് നോക്കുമ്പോൾ നമ്മൾക്ക് ആ തക്കാളിയൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട്. പരിപ്പും കുറച്ചുകൂടി വെന്തിട്ടുണ്ട്. ഈ സമയത്ത് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അരപ്പ് ചേർത്തിട്ട് നമ്മൾക്ക് അതിൻ്റെ കറക്റ്റ് പാകത്തിനുള്ള ഒരു കറിൻ്റെ പാകത്തിന് ആക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് ഏകദേശം കറി ഇതേമാതിരി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മളിതിലേക്ക് എണ്ണയൊന്നും അധികം ചേർക്കുന്നേ ഇല്ല. ഒരു 2 മിനിറ്റ് 3 മിനിറ്റോളം തിളപ്പിക്കാനുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 സ്പൂൺ വാളംപുളി പിഴിഞ്ഞ വെള്ളവും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല രുചിയായി. കാരണം നമുക്ക് നാടൻ തക്കാളിയാണെങ്കിൽ ഈ പുളിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പം നമുക്ക് നാടൻ തക്കാളിയൊന്നും കിട്ടാത്തതുകൊണ്ട് എന്തായാലും ഒരല്പം പുളി ഉണ്ടെങ്കിലാണ് ചോറിൻ്റെ കൂടെ ഒഴിച്ചു കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചോറിന് മാത്രമല്ല, ദോശയ്ക്കും ഇഡ്ഡലിക്കും കഴിക്കാം. ഇതാ പോരാത്ത ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ പച്ചത്തേങ്ങ അരച്ച തക്കാളി കറി എല്ലാവരും ഇത് ഉണ്ടാക്കിയിട്ടുണ്ടാവും. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും അറിയാം. വളരെ കുറച്ച് ഐറ്റംസ് മാത്രം മതി. അപ്പോൾ അത് തിളച്ച് നല്ലപോലെ വന്ന് അതിൻ്റെ ഒരു സെറ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ അതിൻ്റെ ഉപ്പെല്ലാം നോക്കി നല്ല കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തുടക്കക്കാർക്കൊക്കെ അത് വളരെ ഉപകാരപ്പെടും. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി അടച്ചു വെച്ചു. ഇനി നമ്മൾക്ക് വേണ്ടതൊരു നല്ല വറവാണ്. അതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പില ഇതേപോലെ ഇട്ട് കൊടുത്തു. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് 1/4 സ്പൂൺ വെളിച്ചെണ്ണ, നമ്മളതിൽ എണ്ണയായിട്ട് ഈ എണ്ണ മാത്രമേ ചേർക്കുന്നുള്ളൂ. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു 1/4 സ്പൂണിലധികം കടുകും പൊട്ടിച്ച് കൊടുക്കുക. ഒരു 4 വറ്റൽ മുളകും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾക്ക് വേണ്ടത് ഒരു 6 ചുവന്നുള്ളി ഇതേപോലെ കട്ട് ചെയ്ത്. ചുവന്നുള്ളി നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒഴിച്ചു കറിക്ക് നല്ല രുചിയായിരിക്കും. അതൊന്ന് നല്ലതുപോലെ ഒന്ന് മൂപ്പായി വരട്ടെ. അപ്പോൾ ഇതേപോലെ മൂപ്പായി വരുന്ന സമയത്ത് ഒരു അല്പം മുളക് പൊടി ഒരു ഭംഗിക്ക് വേണ്ടി അതുകൂടി ചേർത്ത് നമ്മൾക്ക് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ സൂപ്പർ ഒഴിച്ചു കറിയായി. എത്ര സിമ്പിളായിട്ടല്ലേ നമ്മൾക്കത് ചെയ്യാൻ പറ്റിയത്. പരിപ്പ് വേവിക്കേണ്ട ഒരു പണി മാത്രം അതിൽ കൂടുതലായിട്ടുള്ളൂ. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് ചൂടൊക്കെ അറിയ ശേഷം നമുക്കൊന്ന് തുറന്ന് ഇത് ഉപയോഗിക്കാം. ഇപ്പോൾ കണ്ടില്ലേ, കറി ഒന്നുകൂടി നല്ല കുറി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് നമുക്ക് ഞാൻ ഗോതമ്പ് ദോശൻ്റെ കൂടെയാണ് ഈ കറി കഴിക്കുന്നത്. ഇപ്പോൾ സൂപ്പറായില്ലേ. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്